നമസ്കാരം. പതിരും കതിരും. അമ്മായിയമ്മ മേൽനോട്ടത്തിനായി ഊണുമുറിയിലേക്ക് കയറി ചെന്നു. ഗർവോടെയും അധികാരത്തോടെയുമാണ് നടപ്പും ഭാവവും. നോക്കുമ്പോൾ ആർക്കോ ഊണ് വിളമ്പി വെച്ചിരിക്കുന്നു. മിക്കവാറും പേര് ഊണ് കഴിച്ച സ്ഥിതിക്ക് ഇത് മരുമകൾക്ക് വേണ്ടി ആയിരിക്കണമെന്ന് അമ്മായിയമ്മ ഊഹിച്ചെടുത്തു. അടുക്കളയിലേക്ക് നോക്കി അവർ ഉറക്കെ പറഞ്ഞു, പാത്രം കാണാൻ വയ്യാത്ത മാതിരിയല്ലേ ചോറ് കൂട്ടി വെച്ചിരിക്കുന്നത്. പെണ്ണുങ്ങൾ ഇങ്ങനെ തിന്നാൻ തുടങ്ങിയ തറവാട് മുടിയും. ചുമ്മാതാണോ ദിവസം തോറും ചീർത്ത് വരുന്നത്? ഇത്രയും കേട്ടപ്പോൾ ജോലിക്കാരി അടുക്കളയിൽ നിന്നും തല നീട്ടി രഹസ്യമായി പറഞ്ഞു, അയ്യോ കൊച്ചമ്മേ, അത് സാവിത്രി കുഞ്ഞിനുള്ളതാ. സാവിത്രി കുഞ്ഞ് കൊച്ചമ്മയുടെ മകളാണ്. കൊച്ചമ്മ ഇത് കേട്ട് ഇളിഫിയായില്ല. പകരം സ്വരം താഴ്ത്തി ഇങ്ങനെ പറഞ്ഞു, പക്ഷെ ഒന്നുണ്ട് കേട്ടോ, കൂന പോലെ തോന്നിയാലും മോരൊഴിച്ചു കുഴയ്ക്കുമ്പോൾ തീരെ കാണുകയില്ല. ഞാൻ ആദ്യം അത് ഓർത്തില്ല. ചോറ് വിളമ്പി വെച്ചിരിക്കുന്നത് മരുമകൾക്കല്ല മകൾക്കാണെന്നറിഞ്ഞപ്പോൾ കൊച്ചമ്മ നിഷ്പ്രയാസം ചുവടുമാറ്റി. അമ്മായിയമ്മ മരുമകൾ ബന്ധത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ എവിടെയും എപ്പോഴും മോരൊഴിച്ച് കുഴയ്ക്കുന്നത് കാണാം. പാത്രം കാണാത്ത തരത്തിൽ ചോറ് കൂട്ടി വെച്ചിരിക്കുന്നത് പോലെ കേരളത്തിലെ ആരോഗ്യരംഗത്തെ അങ്ങനെ വിളമ്പി കൂന കൂട്ടി വെച്ചിരിക്കുകയാണ് സർക്കാരും മന്ത്രി കൊച്ചമ്മയായ വീണ ജോർജും കൂടി. പക്ഷേ ഒരു വിവാദത്തിൻ്റെ മോര് ചേർത്ത് ഒരു കുഴ കുഴച്ചതോടെ കൂന പോലെ വിളമ്പി വെച്ചത് തീരെ കാണാനില്ലാത്ത അവസ്ഥയിലായി. ഇതാണ് മേപ്പടി കഥയുടെ മറ്റൊരു വശം. ഇന്നലത്തെ ഏഷ്യാനെറ്റ് ചർച്ചയിൽ മുതിർന്ന മാധ്യമപ്രവർത്തകനായ സണ്ണിക്കുട്ടി എബ്രഹാം പറയുന്നത് കേട്ടു. മാധ്യമപ്രവർത്തകയായിരുന്നപ്പോൾ വീണ ജോർജിന് അല്പം മനുഷ്യത്വമൊക്കെ ഉണ്ടായിരുന്നു പോലും. ഏത് നീർച്ചാലും ഓടയിൽ ചെന്ന് പെട്ടാൽ ഇതായിരിക്കും സാറേ അവസ്ഥ. എന്താണ് വീണ ജോർജിന് സംഭവിച്ചതെന്ന് സണ്ണിക്കുട്ടിക്ക് അറിയില്ല. നിരപരാധിയും സത്യസന്ധനുമായ ഒരു ഡോക്ടറെ വേട്ടയാടുമ്പോൾ കിട്ടുന്ന മൃഗയാവിനോദത്തിൻ്റെ ഒരാനന്ദമാണ് അവർക്കിപ്പോൾ. കഴിഞ്ഞ 4 വർഷത്തെ പിണറായി ഭരണത്തിൽ ഏറ്റവും കുത്തഴിഞ്ഞ വകുപ്പ് തൻ്റേതാണെന്ന് കാണിക്കാൻ എന്തൊരു മത്സരമാണ് മന്ത്രിമാർ തമ്മിൽ നടക്കുന്നത്. പമ്പയുടെ കുഞ്ഞോളങ്ങളെ കീറിമുറിച്ച് പാർത്ഥസാരഥിയുടെ പള്ളിയോടങ്ങൾ ആറന്മുള സത്രക്കടവിലേക്ക് ആഞ്ഞു തുഴഞ്ഞെത്തും പോലെ ഈ അഴിമതി വള്ളം ക്നാപ്റ്റന്റെ ഓട്ട വീണ കപ്പലിന്റെ അരികിലെത്തിക്കാൻ മത്സരിക്കുകയാണ് വീണ ജോർജ്. പിണറായി ട്രോഫിക്ക് വേണ്ടിയുള്ള ആ കടുത്ത മത്സരത്തിൽ ഒരു വള്ളപ്പാട് ദൂരത്തിൽ മരുമകൻ റിയാസിനെ പോലും വീണ പിന്നിലാക്കി കളഞ്ഞു. ഡോക്ടർ ഹാരിസിനെ കള്ളനാക്കാൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പാളും കൂടി നടത്തിയ ആ പ്രസ് മീറ്റ് കണ്ട എല്ലാവർക്കും മനസ്സിലായി അത് സർക്കാരിൻ്റെ ഒരു കൊട്ടേഷനാണെന്ന്. TPയെ കൊല്ലാൻ കൊടിസുനിക്ക് പാർട്ടി കൊട്ടേഷൻ കൊടുത്തതുപോലെ, നവീൻ ബാബുവിനെ കൊല്ലാൻ PP ദിവ്യ കൊട്ടേഷൻ എടുത്തതുപോലെ, ആന്തൂർ സാജനെ കൊല്ലാൻ ഗോവിന്ദ പത്നി കൊട്ടേഷൻ എടുത്ത പോലെ, ഡ്രൈവർ യദുവിൻ്റെ ജീവിതം കോഞ്ഞാട്ടയാക്കാൻ ആര്യ രാജേന്ദ്രൻ കൊട്ടേഷൻ എടുത്ത പോലെ, VC-മാരെ തുലയ്ക്കാൻ ബിന്ദു കൊട്ടേഷൻ എടുത്ത പോലെ, വീണ ജോർജ് നീട്ടിയെറിഞ്ഞ കാലപാശം ഡോക്ടർ ഹാരിസിൻ്റെ കഴുത്തിൽ വീഴാത്തത് ജനം ഒരു കവചമായി ആ നീതിമാന് ചുറ്റും ഉള്ളതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ ഒരാൾക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളത് ഈ സമൂഹത്തിൻ്റെ ധർമ്മമാണ്. നവീൻ ബാബുവിനെ പോലെ ട്രാൻസ്ഫർ കിട്ടാതെ ഒരു ക്വാർട്ടേഴ്സിൽ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നിരുന്നെങ്കിൽ ഇന്ന് ഈ മനുഷ്യനും കഥാവിശേഷനായേനെ. കാരണം അത്രയ്ക്കുണ്ട് ഇവർ നൽകുന്ന സമ്മർദ്ദം. പ്രസ് മീറ്റ് നടത്താൻ വന്ന് 2 ഡോക്ടർമാരെ ഇന്നലെ ഏഷ്യാനെറ്റിലെ വിനു വിശേഷിപ്പിച്ചത് ഭൂലോക മണ്ടന്മാരായ 2 ഒറ്റുകാരെന്നായിരുന്നു. ഇത്രയും അനുഭവ പാരമ്പര്യമുള്ള 2 ഡോക്ടർമാർ അവർ ഇരിക്കുന്ന ഉന്നത പദവിയുടെ വലിപ്പമറിയാതെ പ്രസ് മീറ്റ് നടത്താൻ ആരുടെയോ നിർദ്ദേശം ഫോണിലൂടെ കൈക്കൊള്ളുന്നു. ഈ പാർട്ടിക്കും സർക്കാരിനും ചുടുചോറ് വാരിക്കാൻ എവിടെയും കുരങ്ങന്മാരുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആദ്യം സാധനം കണ്ടില്ല, പിന്നെ സാധനം കണ്ടു. തലവടി മുണ്ടിട്ട് ഒടിയനെ പോലെ ആരോ ഹാരിസിൻ്റെ മുറിയിലേക്ക് പോകുന്നതായും പുതിയ ഒരു സാധനം അവിടെ കൊണ്ടുവച്ചതായിരിക്കാം എന്നും അതിൻ്റെ ബില്ലൊക്കെ കണ്ടു എന്നുമാണ് ഈ ഡോക്ടർമാർ കാച്ചുന്നത്. ഒരാളെ കൂടി കള്ളനാക്കാനുള്ള വ്യഗ്രത. ചില സംശയങ്ങളൊക്കെ ഉണ്ടത്രേ. ആരോ ഫോണിലൂടെ ചലിപ്പിക്കുന്ന പാവകളെ പോലെ അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഓസിലോസ്കോപ്പ്, മോസിലോസ്കോപ്പ്, സ്റ്റെതസ്കോപ്പ്, ഇങ്ങനെ കുറേ കോപ്പുകളെ പറ്റിയും ആരോഗ്യ കേരളത്തിൻ്റെ മുഴുപ്പിനെപ്പറ്റി കുറേ ഗീർവാണങ്ങളും ഇവരടിച്ചു. ഒരുത്തനും ഉപയോഗിക്കാൻ അറിയാത്ത ഈ സാമാനത്തിൻ്റെ മുഴുപ്പ് നിങ്ങൾ എത്ര പറഞ്ഞിട്ടും കാര്യമുണ്ടോ സഖാക്കളെ? സത്യത്തിൽ ഡോക്ടർ കൊണ്ടുവന്ന വിഷയം എന്തായിരുന്നു? ന്യൂമാറ്റിക് പ്രോബിൻ്റെ ലഭ്യത കുറവാണ് അദ്ദേഹം ഉന്നയിച്ചത്.
അത് സത്യമാണെന്ന് തെളിഞ്ഞപ്പോൾ പറ്റിയ ചമ്മല് മറച്ചു വയ്ക്കാൻ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളായി. പുതിയ കുറേ മെഷീൻ്റെ കഥകളുമായി ഇറങ്ങി. മെഡിക്കൽ കോളേജിലെ നെഫ്രോസ്കോപ്പും മോർസലോസ്കോപ്പും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത സൂപ്രണ്ടും പ്രിൻസിപ്പാളുമൊക്കെയാണ് ഇവിടെയുള്ളത്. പക്ഷേ ആരോഗ്യമന്ത്രിക്ക് ഈ സാധനങ്ങളെല്ലാം തറവാണ്. അവരെത്ര കൃത്യതയോടെയാണ് അതിൻ്റെ ഏതാനും ഭാഗങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞത്. ഈ ഡോക്ടർമാർക്ക് ഡെലിവറി ചെല്ലാൻ ഏതാ ബില്ല് ഏതാ എന്ന് പോലും തിരിച്ചറിയാത്ത അവസ്ഥയാണ്. വാങ്ങിക്കൂട്ടാനും മുടിച്ചു തേച്ച് കഴുകി മൂലയ്ക്ക് തള്ളാനുമായി കുറേ ഉപകരണങ്ങളുണ്ട് മെഡിക്കൽ കോളേജിൽ. 20 ലക്ഷത്തിൻ്റെ ഒരു ഉപകരണം മൂലയ്ക്കിരുന്ന് പൂച്ച പെറ്റുകിടക്കുന്ന അവസ്ഥയുണ്ടായിട്ടും ഇത്രയും നാളായിട്ടും ഈ സൂപ്രണ്ടിനും പ്രിൻസിപ്പാളിനും ഇക്കാര്യങ്ങളെപ്പറ്റി അറിയില്ല എന്ന് വെച്ചാൽ ഇവരുടെ ശ്രദ്ധ എവിടെയാണ്? നിസ്വാർത്ഥ സേവനത്തിൻ്റെ മഹിമകളാണ് ഇവരും പറയുന്നത്. നെഞ്ചത്ത് കൈതൊട്ട് പറയാൻ പറ്റുമോ 10 നയാ പൈസ നിങ്ങൾ ഈ വകുപ്പിൽ നിന്നും ഉണ്ടാക്കുന്നില്ലെന്ന്. ഒറ്റും കൊട്ടേഷനും ദാസ്യവുമായി നടക്കുന്നവരാണ് ഇന്നലെ പ്രത്യക്ഷപ്പെട്ട 2 എണ്ണവും. ഇനിയും കുറെ പഠിക്കാനുണ്ടത്രേ റിപ്പോർട്ടിനെ പറ്റി. എങ്കിൽ പഠിപ്പെല്ലാം തീർന്നതിന് ശേഷം പോരെ മണ്ടന്മാരെ നിങ്ങൾ ഈ പ്രശ്നത്തിൽ പ്രസ് മീറ്റ് വിളിക്കാൻ. ഈ അഴിമതിക്കഥ ഇങ്ങനെ ലൈവായി നിന്നാൽ ആരോഗ്യ കേരളത്തിൻ്റെ പൂമാതൈ പൊന്നമ്മയുടെ യശസ്സിന് വല്ല കോട്ടവും തട്ടിയാലോ? അതുകൊണ്ടല്ലേ ചടപടേ എന്ന് വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ആരൊക്കെ വെളുപ്പിച്ചാലും ആരോഗ്യ കേരളത്തിൻ്റെ കരിപുരണ്ട ഏടുകളിൽ കിടന്നുരുണ്ട് വികൃതമായിരിക്കുകയാണ് ആരോഗ്യമന്ത്രിയുടെയും വകുപ്പിൻ്റെയും മുഖം. ആരൊക്കെ വെള്ളയടിക്കാൻ ഇറങ്ങിയാലും കേരള ചരിത്രം കരിക്കട്ട കൊണ്ട് പായല് പിടിച്ച ഭിത്തിയിലായിരിക്കും വീണ ജോർജിൻ്റെ ഭരണകാലത്തെ കുത്തിവരയ്ക്കുക. സ്വന്തം വാലിൽ കടിക്കാൻ പമ്പരം പോലെ വട്ടം കറങ്ങുന്ന നായ്ക്കളെ കണ്ടിട്ടില്ലേ? അതുപോലെയായി ഈ സർക്കാരും ആരോഗ്യവകുപ്പും. കടിയടാ കടി.